Hi my dear students. Last session we discussed about the velocity time graph of a uniformly moving body. നമ്മൾ VT graph, velocity time graph of a uniform motion കണ്ടു അല്ലേ? എന്താ uniform motionന്റെ velocity time graph? It was a line parallel to the time axis. ആ ലൈനിൽ നമ്മൾ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ കണ്ടു. Now we are going to explore about velocity time graph. നമ്മൾ പഠിച്ച നോൺ യൂണിഫോം മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും, ദെൻ അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് നോൺ യൂണിഫോം മോഷൻ. ഇനി എന്താ നോൺ യൂണിഫോം മോഷൻ? നമുക്കറിയാം, വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലാത്ത മോഷൻ. നോൺ യൂണിഫോമിൽ മെയിൻലി വി ആർ ഡിസ്കസിങ് അബൌട്ട് യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ നമ്മൾ കണ്ടുവല്ലേ? എന്താ യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ? ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്, മീൻസ് വെലോസിറ്റി ചേഞ്ച് പെർ യൂണിറ്റ് ടൈം ഈസ് കോൺസ്റ്റന്റ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോഷനാണ് യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ. സോ നൗ ഹിയർ വി ആർ ഗോയിങ് ടു സീ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ. അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, കണ്ടോ? ടൈം, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇത്രയും കൊടുത്തിട്ടുണ്ട്. ടൈം, വെലോസിറ്റി, ആക്സിലറേഷൻ. ഓക്കെ, നോക്കിയേ, ടൈം 0 ആയിരിക്കുമ്പോൾ വെലോസിറ്റി 0, ആക്സിലറേഷൻ 0 ആണ്. ഇനി ടൈം 1 സെക്കൻഡ്, അപ്പോൾ വെലോസിറ്റി 2. ദെൻ ടൈം 2 സെക്കൻഡ്സ്, വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ്. ടൈം 3 സെക്കൻഡ്സ് ആകുമ്പോൾ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തുണ്ട്? ടൈമും വെലോസിറ്റിയും ഉണ്ട്. ഇനി അതിൻ്റെ എല്ലാ ആക്സിലറേഷൻ നോക്കിയേ. വെലോസിറ്റിയുടെ കോളത്തിൽ നോക്കിയാൽ നമുക്കറിയാം എന്ത് ചെയ്യുന്നത്? വെലോസിറ്റി ഈസ് ചേഞ്ചിങ്. ഏതൊക്കെയാ? 0, 2, 4, 6 അങ്ങനെ മാറുന്നുണ്ടല്ലേ? സോ വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ ഓഫ് കോഴ്സ് അതിന് എന്ത് കാണും? യെസ്, വി നോ, ആക്സിലറേഷൻ കാണും. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എഴുതാം നമുക്ക്. അപ്പോൾ നോക്കി, ആക്സിലറേഷൻ എങ്ങനെ എഴുതാം? ആദ്യം 0, പിന്നെ രണ്ടാമത് 1 സെക്കൻഡ് ആയിരിക്കുമ്പോൾ ആക്സിലറേഷൻ എത്ര വരൂടെ? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദെൻ നെക്സ്റ്റ് 2 സെക്കൻഡ്സ് ആയിരിക്കുമ്പോൾ ആക്സിലറേഷൻ എഗൈൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെ ആക്സിലറേഷൻ എല്ലാം എഴുതിയാൽ സി നമ്മുടെ ടേബിളിലോട്ട് നോക്കി, ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് ഇതെന്തെന്ന് പറയുന്നത്? യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ. ഇനി നമുക്കിതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നേരത്തെ നമുക്കറിയാം എന്താ? ഗ്രാഫിന് നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും വേണം. എക്സ് ആക്സിസിൽ വി വിൽ ടേക്ക് the time and y-axis we will take the velocity. x-axis time, y-axis velocity എടുത്തു. ടൈം നമ്മൾ ഏതൊക്കെ മാർക്ക് ചെയ്യും? 1, 2, 3, 4 ഇത്രയും ടൈമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 4 ടൈം നമ്മൾ x-axis മാർക്ക് ചെയ്തു, y-axis വെലോസിറ്റി മാർക്ക് ചെയ്യും അല്ലേ? ഇനി ഗ്രാഫ് വരച്ചേ. ടൈം 1 സെക്കൻഡ് ആയിരിക്കുമ്പോൾ വെലോസിറ്റി എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ടൈം 2 സെക്കൻഡ്സ് ആയിരിക്കുമ്പോൾ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ 3 സെക്കൻഡ്സ് ആയിരിക്കുമ്പോൾ 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പോയിന്റ്സ് കിട്ടി. ടൈമും വെലോസിറ്റിയും വെച്ചിട്ടുള്ള പോയിന്റ്സ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും ഗ്രാഫ് വരയ്ക്കാനായിട്ട്? പോയിന്റ്സിനെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. സി, ഇഫ് യു ആർ ജോയിനിങ് ദ ഡോട്ട്സ്, ഹൗ ദ ലൈൻ ഈസ്, ഹൗ ദി ഗ്രാഫ് ഈസ്. എഗൈൻ ദ ഗ്രാഫ് ഈസ് ആൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയത്. ദ ഗ്രാഫ് ഒബ്റ്റൈൻഡ് ഈസ് ആൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. സോ വി ക്യാൻ സേ ദാറ്റ് the velocity time graph of uniformly accelerated motion is an inclined straight line. ഇനി നോക്കിയുടെ, ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ അതിന് എന്ത് കാണും? യെസ്, സ്ലോപ്പ്. സോ ഹിയർ let us see what is the slope of this line. What gives us the slope? അപ്പോൾ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ് വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ കണ്ടു. ഇനി അതിൻ്റെ സ്ലോപ്പ് എന്താ? എന്താ സ്ലോപ്പ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് ഈസ് ചേഞ്ച് ഇൻ വൈ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് ക്വാണ്ടിറ്റി അല്ലേ? ഇവിടെ വൈ ക്വാണ്ടിറ്റി ഏതാ? വൈ ആക്സിൽ എടുത്ത ക്വാണ്ടിറ്റി ഏതാ? വെലോസിറ്റി. എക്സ് ആക്സിൽ എടുത്ത ക്വാണ്ടിറ്റിയോ? ടൈം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, വാട്ട് അബൌട്ട് ദി സ്ലോപ്പ് ഓഫ് ദിസ് ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ? വാട്ട് അബൌട്ട് ദ സ്ലോപ്പ് ഓഫ് ദിസ് ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ? എങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചേ? ഓക്കെ, ഇൻ ദ കേസ് ഓഫ് എസ് ടി ഗ്രാഫ് നമ്മൾ കണ്ടു, സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ടൈം എടുക്കും. T1, T2, T3, T4. നമ്മുടെ ടൈമിനെ ഇങ്ങനെ T1, T2, T3, T4 എന്ന് മാർക്ക് ചെയ്യും. ദെൻ വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി ഇവിടെ ഏതാ? V1, V2, V3, V4. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിലെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വൈ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് ക്വാണ്ടിറ്റി. നമുക്കിവിടെ T2, T3 ഇന്റർവെല്ലിൽ എന്തെടുക്കാം? വൈ ചേഞ്ചും എക്സ് ചേഞ്ചും എടുക്കാം. അങ്ങനെയാണെങ്കിൽ T2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ചേഞ്ച് ഏതാ? വൈ പോയിന്റ് ഏതാ? V2. T3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് V3. സോ ചേഞ്ച് ഇൻ y quantity വരും. എങ്ങനെ വരും? V3 minus V2. Then change in x quantity ആണെങ്കിലോടെ T3 minus T2. Here
6 minus 4 divided by 3 minus 2 is equal to 2 divided by 1, which is equal to 2 meter per second square. So the acceleration is obtained as 2 meter per second square. നോക്കിയേ, ഇതല്ലേ നമ്മുടെ ആക്സിലറേഷൻ ടേബിളിൽ നോക്കിയേ. അപ്പം നോക്കിയേ, ചേഞ്ച് ഇൻ y ക്വാണ്ടിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. എന്താ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം? വെലോസിറ്റി ചേഞ്ച് ഇൻ യൂണിറ്റ് ടൈം, ഇതിനെ എന്ത് പറയും? Yes, acceleration. So here the slope is the acceleration of the body. Means we can conclude that the slope of VT graph is the acceleration of the body. നമ്മുടെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ സ്ലോപ്പ് എന്ത് തന്നു? ആക്സിലറേഷൻ ഓഫ് ദി ബോഡി. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, ഇനി നോക്കിയേ, നമ്മളിവിടെ എടുത്ത വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മുടെ പ്രീവിയസ് എക്സാമ്പിളിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ബോഡിയുടെ മൂവ്മെൻറ്റ് എങ്ങനെ ആയിരുന്നു? സി, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ബോഡി എന്തായിരുന്നു കണ്ടീഷൻ? ബോഡി വാസ് അറ്റ് റെസ്റ്റ്. ഇനീഷ്യലി വെലോസിറ്റി എത്രയായിരുന്നു? ഇവിടെ 0 ആയിരുന്നു. നമ്മളെടുത്ത മിക്കവാറും എക്സാമ്പിളിലെല്ലാം ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിട്ടാണ് എടുത്തേക്കണം. സപ്പോസ് നമ്മൾ എടുത്തപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല. വി സ്റ്റാർട്ടഡ് അവർ ഒബ്സർവേഷൻ വെൻ ദ ബോഡി വാസ് ഇൻ മോഷൻ. ബോഡി മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ തുടങ്ങിയെന്ന് വെച്ചു. എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ബോഡി എന്തിലാണ്? മോഷനിലാണ്. അങ്ങനെയാണെങ്കിൽ എന്താ? ദാറ്റ് ബോഡി വിൽ ഹാവ് എ പർട്ടിക്കുലർ ഇനീഷ്യൽ വെലോസിറ്റി. ആ ബോഡിക്ക് എന്തുണ്ടാവും? ഒരു ഇനീഷ്യലി ഒരു വെലോസിറ്റി ഉണ്ടാവുമല്ലേ. നൗ ലെറ്റ് us draw a graph for such a body which is having a particular initial velocity. ഒരു പർട്ടിക്കുലർ ഇനീഷ്യൽ വെലോസിറ്റി ഉള്ളൊരു ബോഡിയുടെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും എന്ന് വരച്ച് നോക്കാം. സി ഹിയർ എ ടേബിൾ ഇസ് ഷോൺ. അതിൽ ടൈമും വെലോസിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. ടൈം 0 ആയിരിക്കുമ്പോൾ ഇറ്റ് ഹാസ് എ വെലോസിറ്റി വിച്ച് ഈസ് 4 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ടൈം 1 സെക്കൻഡ് ആയപ്പോൾ 6 മീറ്റർ പെർ സെക്കൻഡ്. ടൈം 2 സെക്കൻഡ്സ് ആയപ്പോൾ 8 മീറ്റർ പെർ സെക്കൻഡ്. ടൈം 3 സെക്കൻഡ്സ് ആയപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ്. ടൈം 4 സെക്കൻഡ്സ് ആയപ്പോൾ 12 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മുടെ ടേബിളിലോട്ട് നോക്കിയേ. ഇനീഷ്യലി ദ ബോഡി വാസ് ഹാവിങ് എ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നൊരു വെലോസിറ്റി. ബട്ട് അതിന് ശേഷം എന്ത് ചെയ്തു? വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്. 1, 2, 3, 4 എന്ന് ടൈം കൂടുന്തോറും വെലോസിറ്റി എന്ത് ചെയ്യാണ്? കൂടുകയാണ്. ബട്ട് ആ വെലോസിറ്റി ചേഞ്ച് എങ്ങനെയാണ്? 4, 6, 8, 10, 12 അങ്ങനെ ഒരേ റേറ്റിലല്ലേ വെലോസിറ്റി ചേഞ്ച് ചെയ്തേ. സോ ദ മോഷൻ ഈസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണ്. ഈ മോഷൻ്റെ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഇരിക്കും നോക്കാം. എഗൈൻ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ നമ്മൾ എന്തും എടുത്തു? വെലോസിറ്റിയും എടുത്തു. എക്സ് ആക്സിൽ നമ്മൾ ടൈം മാർക്ക് ചെയ്യുമ്പോൾ നോക്കണം 0, 1, 2, 3, 4. ഇനി വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 4 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് 4, 6, 8, 12 എന്ന് വന്നേക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? 0, 2 വെച്ച് മാർക്ക് ചെയ്യാം. സ്കെയിൽ 0, 2 എടുക്കാം സ്കെയിൽ. അപ്പോൾ വൈ ആക്സിൽ നമ്മൾ എടുത്തു 0, 2, 4, 6, 8, 12. നോക്കിയേ, ടൈം 0 സെക്കൻഡ്സ് ആയിരുന്നപ്പോൾ നമ്മുടെ വെലോസിറ്റി 0-യിലാണോ? അല്ല. എവിടെയാ? ടൈം 0 വരുമ്പോൾ വെലോസിറ്റി 4 നമ്മൾ എവിടെ മാർക്ക് ചെയ്യണം? 4-ൽ മാർക്ക് ചെയ്യണം. ദെൻ 1 വരുമ്പോൾ നമ്മൾ എവിടെ മാർക്ക് ചെയ്യും? 6. 2 വരുമ്പോൾ 8. 3 വരുമ്പോൾ 10. 4 വരുമ്പോൾ 12. തന്നല്ലോ. വി ഗോട്ട് ദി ഗ്രാഫ് ലൈക്ക് ദിസ്. നമുക്ക് ഇങ്ങനെ കിട്ടിയല്ലേ. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താ? the graph, in this graph the inclined straight line does not start from the origin. എന്താ പ്രത്യേകത? നമ്മുടെ ഈ ഗ്രാഫിൽ നമ്മുടെ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ, ഇവിടെയും ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ എവിടുന്ന് തുടങ്ങുന്നില്ല? യെസ്, ഒറിജിനിൽ നല്ല തുടങ്ങുന്നത്. എവിടുന്നാ തുടങ്ങുന്നേ? ഒരു പോയിന്റ് ഓൺ വൈ ആക്സിസ്. വൈ ആക്സിൽ ഒരു പോയിന്റ് നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ഈ ഗ്രാഫിനെ നമ്മൾ എ ബി എന്ന് വിളിച്ചാൽ, നമ്മൾ ഈ ഗ്രാഫ് ലൈനെ എ ബി എന്ന് വിളിച്ചാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എ എവിടാടെ? യെസ്, വൈ ആക്സിസിലെ 4 എന്ന് പറയുന്ന പോയിന്റിലാണ്. എന്താ അതിൻ്റെ മീനിങ്? ദ ബോഡി ഹാസ് ആൻ ഇനീഷ്യൽ വെലോസിറ്റി. ബോഡിക്ക് എന്തുണ്ട്? ഇനീഷ്യലി അതിനൊരു വെലോസിറ്റി ഉണ്ട്. ബട്ട് ആഫ്റ്റർ ദാറ്റ് വെൻ ടൈം ഗോസ് അഹെഡ് the motion is uniformly accelerated motion because acceleration constant അല്ലേ. ഓരോ സെക്കൻഡിലും 2 മീറ്റർ പെർ സെക്കൻഡ് വെച്ചല്ലേ വെലോസിറ്റി കൂടിയത്. ഒന്നാമത്തെ സെക്കൻഡിൽ എത്രയായിരുന്നു? 6 ആയിരുന്നു. രണ്ടാമത്തെ സെക്കൻഡിൽ അത് എത്രയായി? 8 മീറ്റർ പെർ സെക്കൻഡ് ആയി. എന്ന് വെച്ചാൽ എന്താ? 2 മീറ്റർ പെർ സെക്കൻഡാണ് അടുത്ത വെലോസിറ്റി കൂടിയത്. സോ വെലോസിറ്റി ചേഞ്ച് ഈസ് യൂണിഫോം. വെലോസിറ്റി ചേഞ്ച് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയും. ആക്സിലറേഷൻ എത്രയാണ് ഇവിടെയും? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഇറ്റ് ഈസ് ദ ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ വിച്ച് ഹാസ് എ ഫൈനൈറ്റ് ഇനീഷ്യൽ വെലോസിറ്റി. ഒരു പർട്ടിക്കുലർ ഇനീഷ്യൽ വെലോസിറ്റി ഉള്ള മോഷൻ്റെ വി ടി ഗ്രാഫാണ് ഈ പറഞ്ഞേക്കുന്നത്.
ഇനീഷ്യലി അതിന് എന്തുണ്ട്, ഒരു വെലോസിറ്റി ഉണ്ട്. ഇവിടെയും നമ്മൾ ഈ വി ടി ഗ്രാഫിൻ്റെയും സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും, ആക്സിലറേഷൻ കിട്ടും. സോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, നമ്മൾ 2 ടൈപ്പ് ഗ്രാഫ് കണ്ടു. ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിട്ടുള്ളതിൻ്റെ ഗ്രാഫും കണ്ടു, ഒരു പെർട്ടിക്കുലർ ഇനീഷ്യൽ വെലോസിറ്റി ഉള്ള ബോഡിയുടെ ഗ്രാഫും കണ്ടു. സോ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ 2 ഉപയോഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതാണ്? ദ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് us the displacement and the slope of velocity time graph gives us the acceleration. Clear? Thank you.